തുടങ്ങിയാലോ? 60 ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഡേ 1 ആണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. രാവിലെ ചിയ സീഡ് സോക്ക് ചെയ്ത വെള്ളത്തേക്ക് കുറച്ച് ലെമണും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് കുടിക്കുന്നത്. ഉപ്പിന് പകരം ഹണി യൂസ് ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം ഉപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കണമെന്നുള്ളൂ. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ വാട്ടർ രാവിലെ തന്നെ കുടിക്കുന്നത് അടിപൊളി എനർജിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ കലാപരിപാടികൾ ആരംഭിച്ചു. ഇന്ന് ദോശയാണ് സ്പെഷ്യൽ. അതുകൊണ്ട് ദോശ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ തന്നെ ഈഹുവിൻ്റെ പൂച്ചദോശ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയാലാണ് ആളൊന്ന് കഴിക്കുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈഹുമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നൊക്കെ പറയുന്നത്, പക്ഷേ ഓർക്കച്ചടവാണ് ഗായ്സ്. ഈ തേങ്ങ ചിരകണ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടി വരെ പറയാൻ പറ്റില്ലേ. അപ്പോൾ അവൾക്ക് അവളുടെ പങ്കും കൊടുത്തു. പിന്നെ മീൻകറിയൊക്കെ ഇവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് 2 ദോശയും കൂടെ സാമ്പാറും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. രാവിലെ ഇത്ര ഹറിബറി എന്താണെന്ന് വെച്ചാൽ രാവിലെയാണ് നമ്മൾ ജിമ്മിന് പോണത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈഹുവിനുള്ള ആപ്പിളൊക്കെ പൊതിഞ്ഞ് കിട്ടി. നമ്മൾ നേരെ ജിമ്മിലേക്ക് വിട്ടു. പിന്നെ എടുത്ത് നടന്നത് ഞാനാണെങ്കിലും വന്നു കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് അവളാണ്. അങ്ങനെ ജിമ്മിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ലീഫൊക്കെ അങ്ങനെ പാറ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ജിമ്മിൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഞങ്ങളാണ് അവസാനം പോയത്. ഇപ്പം തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 65.450 ആണ്. ഇതിൽ നിന്നാണ് ഒരു ഇറക്കം നമുക്ക് വേണ്ടത്. എല്ലാം സെറ്റാക്കാം. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ജിമ്മ് ശോകമുഖമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം ലഞ്ച് കഴിക്കുകയാണ്. ചോറും മീൻകറിയും കോവയ്ക്കുപ്പേരും പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതാണ് കേട്ടോ കഴിക്കുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വല്ലാണ്ടാണ് കുറയ്ക്കാൻ പറ്റില്ല. അതാണ് ഞാനും റൈസായിട്ടുള്ള ബന്ധം. പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഈഹുവിന് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് കഴിക്കാൻ പോകും. അതുകൊണ്ട് അത് ഒരെണ്ണെടുത്ത് കഴിച്ചു. ഷുഗർ കട്ടിൻ്റെ ഭാഗമായിട്ട് ചായയൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതെനിക്കൊരു ടഫായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാനൊരു ചായ അഡിക്റ്റഡ് പേഴ്സൺ ഒന്നല്ല, ഒരു സ്വീറ്റ് പേഴ്സണേ അല്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. രാത്രി ഡിന്നറിന് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കി കഴിച്ചത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് പുറകിലാണ് ഞാൻ, എന്നാലും നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.